ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം വെറൈറ്റി ആയിട്ടൊരു മീൻകറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് അരിഞ്ഞതാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 6 ചെറിയുള്ളി ചതച്ചത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെറിയുള്ളി ചേർക്കാവുന്നതാണ്. പേസ്റ്റ് ആക്കാൻ പാടില്ല, നമുക്ക് ചതച്ച് തന്നെ വേണം. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം ഉലുവ വറുത്ത് പൊടിച്ചതാണ് അടുത്തത് ഞാൻ ചേർക്കുന്നത്. മുളക് ചാറൊക്കെ വെക്കുന്നവർ ഇത്തിരി ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ച് അതിൽ ചേർക്കുന്നത് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യാനുസരണം നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മല്ലിപ്പൊടിയാണ് അടുത്തത് വേണ്ടത്. ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. മുളക് പൊടി ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, കാശ്മീരി ചില്ലിയാണ് അതിന് പകരം ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 2.5 സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് ചേർക്കാവുന്നതാണ്. ഇനിയാണ് മെയിനായിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുത്ത ശേഷം ആ വെളിച്ചെണ്ണയിൽ എല്ലാ മസാലയും പിടിക്കുന്നത് വരെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത ശേഷം നമുക്കൊരു 15-20 മിനിറ്റ് മാറ്റി വെക്കേണ്ടതുണ്ട്. 15 മിനിറ്റ് അത് അടച്ച് മാറ്റി വെച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. കുടംപുളി ഞാനിവിടെ ചൂട് വെള്ളത്തിലൊഴിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേറെ മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ചാറ് വേണ്ട എന്നുള്ളവർ അധികം വെള്ളം ചേർക്കണ്ട. അപ്പോൾ എനിക്കിവിടെ ചാറിന് ആവശ്യമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ 2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ആ കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏത് കറി വെക്കുകയാണെങ്കിലും നമ്മളൊന്ന് കറി തിളച്ച ശേഷം മാത്രമേ അതിൽ മീൻ ഇടാൻ പാടുള്ളൂ. ഞാനിവിടെ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം പതിയൊന്ന് ചട്ടിയെടുത്ത് ചുറ്റിച്ചു കൊടുക്കുക. നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ മീനിൽ പിടിക്കുന്നവരെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം കറി ഒന്ന് തിളക്കട്ടെ, നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ എൻ്റെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മീനൊക്കെ പതിയെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് പാകത്തിനൊന്ന് വറ്റി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചാറ് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഈ സമയം നമ്മൾ ഉപ്പും മുളകൊക്കെ ഒന്ന് പാകത്തിന് നോക്കുക. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ റെസിപ്പിയുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.